അയാളങ്ങനെ നമ്മുടെ വരുണും രാധികയും കൂടിയിട്ട് മുത്തശ്ശനെ ഇങ്ങനെ രക്ഷപ്പെടുത്തി എണീറ്റ് ഇരുത്തുകയാണ്. അപ്പം മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, ഇത്ര പനിയായിട്ട് മുത്തശ്ശി എന്താ മരുന്നൊന്നും കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, മരുന്ന് കഴിക്കാനൊക്കെ അതൊക്കെ എനിക്ക് ആരും എടുത്തു തരാനാണ്, പിന്നെ പനി പിടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാഞ്ഞിട്ടാണ് എനിക്ക് ഇത്രയും ക്ഷീണം എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ വരുന്നതിന് വീണ്ടും അങ്ങ് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ കെയർ ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും എന്നെ ഇടം വലം ആയിട്ട് ഇരുന്നിരുന്നത്, നിങ്ങളിപ്പോൾ കണിമംഗലത്ത് നിന്ന് പുറത്തായതല്ലേ, പിന്നെ ഇവിടെ എന്നെ ആര് നോക്കാനാണ്? ആ ഉർവശിയാണോ? ഉർവശി എന്തൊക്കെ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഈ ജയഭാരതി മുത്തശ്ശി വരുണിനോട് അങ്ങ് പറയുന്നുണ്ട്. അവർ പനിച്ച് വിറച്ച് കടന്ന ആ ഒരു സമയത്ത് താഴെ കട്ടിലിൻ്റെ താഴെ വീഴുന്നതും അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ വിളിച്ച കാര്യങ്ങളും അവർ വന്നിട്ട് തൊട്ടു നോക്കിയിട്ട് പനിയാണെന്ന് പറഞ്ഞ് ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയ കാര്യങ്ങളും എല്ലാം അവർ ചെയ്ത ആ ക്രൂരതകളും മൊത്തം അങ്ങ് വരുണിനോട് പറയണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട ശേഷം വരുണിന് പിന്നെ അതൊക്കെ അവരോട് ചോദിച്ചത് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ട് അവനെ അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് എണീറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പോൾ വരാം, കണിമംഗലത്ത് നിന്ന് കയറിയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ തന്നെ ജയഭാരതി മുത്തശ്ശി അവനെ തടയാണ്. വേണ്ട, നീ കണിമംഗലത്ത് കയറിയാൽ അത് വലിയ പ്രശ്നമാകും, അവർ നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയണം. അവൻ വരുണ് പറയുന്നുണ്ട്, മുത്തശ്ശിനെ ഇത്രയും ക്രൂരത കാട്ടിയിട്ട് അതൊന്നും ചോദിക്കാതെ വിടുക, അതെന്തായാലും നടക്കില്ല, ഞാൻ എന്തായാലും ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പുറത്ത് പോവാണ്. അപ്പോൾ ഈ നമ്മുടെ രാധിക ഈ മുത്തശ്ശിനെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങ് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി ഇവിടെ നിൽക്കണ്ട, മുത്തശ്ശി ഇനി ആറ്റുവാശ്ശേരിക്ക് പോര്, ഞങ്ങളുടെ കൂടെ പോര്, ഇനി മുത്തശ്ശി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരുമായിരുന്നു എൻ്റെ ഇടം വലം, നിങ്ങൾ രണ്ടുപേരുമായിരുന്നു എൻ്റെ തണൽ, നിങ്ങൾ പോയപ്പോൾ എനിക്ക് ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നി, പിന്നെ ഈ കണിമംഗലം എന്ന് പറയുന്നത് എൻ്റെ പരമേശ്വരന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എൻ്റെ കണിമംഗലാണിത്, ഇവിടെ എനിക്കിപ്പോൾ ഒരു പട്ടിയുടെ വില പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ രാധിക മുത്തശ്ശിനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇത്രയൊരവസ്ഥയിൽ അതും ഈ കണിമംഗലം പരമേശ്വരിയാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് അവൾക്കും ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരികയാണ്. അപ്പോൾ വരുണനാണെങ്കിൽ അവൻ്റെ മുത്തശ്ശിനെ കാണിച്ച ക്രൂരതകളുടെ പകരം വീട്ടാൻ വേണ്ടിയിട്ട് അവന് കണിമംഗലത്തേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുന്ന സമയത്ത് മുന്നിൽ തന്നെ ഗൗതമുണ്ട്. അപ്പം ഗൗതമിന് ആദ്യം തന്നെ അവനെ അങ്ങ് തടയാണ്. അല്ല, കണിമംഗലം സ്വന്തമാക്കിയിട്ട് ഇങ്ങോട്ട് കയറി വരൂ എന്നൊക്കെ പറഞ്ഞവനല്ലേ നീ, പിന്നെ നിനക്ക് എന്താ തെരുവുനായക്ക് എന്താ ഇവിടെ കാര്യം, ഇവിടുന്ന് ഇറങ്ങിപ്പോടാ എന്നൊക്കെ ഇങ്ങനെ അവനോട് അങ്ങ് നേരിട്ട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവന് ഈ വരുണ് ഗൗതമിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് നിന്നോടല്ല സംസാരിക്കേണ്ടത്, എനിക്ക് നിൻ്റെ അച്ഛനോടും അമ്മനോടുമാണ് സംസാരിക്കുന്നത്, അവരെവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. ആ സമയത്ത് തന്നെ ചന്ദ്രശേഖരൻ തൊട്ട് പിന്നാലെ തന്നെ അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ ഇവിടെ കാര്യം, പുറത്തുള്ളവർക്ക് ഇവിടെ കാര്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഇവിടെ താമസിച്ചിരുന്ന എൻ്റെ മുത്തശ്ശി എവിടെയാണ് എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, കണിമംഗലത്തുള്ളവരുടെ കാര്യം നീ എന്തിനാ അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ തന്നെ വരുണ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ചോദ്യത്തിൽ തന്നെയുള്ള പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഈ ചോദ്യത്തിൽ നിങ്ങൾ എൻ്റെ മുത്തശ്ശിനെ പനി പിടിച്ചിട്ട് ആ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്വന്തം അമ്മയല്ലായിരുന്നത്, സ്വന്തം അമ്മ പനി പിടിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടും തൻ്റെ ഭാര്യ ചെയ്യുന്ന ക്രൂരതകൾക്കൊക്കെ കൂട്ട് നിൽക്കുന്ന ദുഷ്ടനായ മകനല്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഈ ചന്ദ്രശേഖരനോട് അങ്ങ് വരുൺ നന്നായിട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൗതം അവനോട് അങ്ങ് പറയുന്നുണ്ട്, ഞങ്ങൾ ചിലപ്പം കൊടയും പിടിക്കും, ഈ ബെഞ്ചാമരം വീശും, അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ്, നീ ഇറങ്ങി പോടാ ഇവിടുന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനോട് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. നീ എങ്ങാനും കണിമംഗലത്തേക്ക് അങ്ങ് കയറി വന്നാൽ നിൻ്റെ കൈ രണ്ടും കാലും ഞങ്ങൾ വെട്ടി അങ്ങ് മാറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ വരുൺ അവൻ്റെ ചെകിട്ടത്തിൽ ഒറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്, ഇനി മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഒരു കാഴ്ച കണ്ട സമയത്ത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മകനെ എൻ്റെ മുന്നിലിട്ട് തല്ലുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ തിരിച്ച് വരുണിനെ അങ്ങ് തല്ലാണ്. അപ്പോൾ തല്ലുന്ന ആ കൈ വരുണ ഒറ്റയടിക്ക് അങ്ങ് പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കാണിച്ച ചെറ്റത്തരങ്ങൾക്കൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാണിച്ച ഈ ചെറ്റത്തരത്തിൻ്റെ ഈ അക്കൗണ്ടിലേക്ക് ഇവനെങ്ങാനും കയറി വന്നാൽ അതിന് ഞാൻ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഗൗതമിനിട്ട് ആദ്യം ഒരു വാണിംഗ് കൊടുക്കണം. എന്നിട്ട് ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, നിങ്ങൾ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും സ്വന്തമാക്കിയ ഈ കണിമംഗലം എല്ലാ കാലത്തും നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്നെന്ന് വിചാരിച്ച് എൻ്റെ മെക്കിട്ട് കയറണ്ട. പിന്നെ നിങ്ങൾ എന്നോടങ്ങ് കാര്യത്തിൽ സംസാരിക്കാൻ വന്നാൽ നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യം, നിങ്ങളുടെ ആ ഒരു ബന്ധവും നിങ്ങളുടെ വയസ്സും എല്ലാം ഞാനങ്ങ് മറക്കും, ഞാൻ തിരിച്ചും തല്ലും എന്നുള്ള ഒരു വാണിംഗ് തന്നെ ഈ ചന്ദ്രശേഖരൻ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ചന്ദ്രശേഖരൻ പെട്ടെന്ന് അങ്ങ് കൈ വലിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് നിങ്ങളല്ല കാണേണ്ടത്, നിങ്ങളുടെ ഭാര്യനെയാണ് കാണേണ്ടത്, എവിടെയാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവന് ദേഷ്യത്തിൽ ഈ കണിമംഗലത്തിൻ്റെ അകത്തേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. അപ്പോൾ അകത്ത് ചെല്ലുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ കൽപ്പന അവിടെ സോഫയിൽ അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് എണീക്കാണ്. അപ്പോൾ ഇവന് നേരെ ചെന്നിട്ട് കൽപ്പനയോട് ചോദിക്കുന്നുണ്ട്, അല്ല എവിടെയാണ് ആ ചെറിയമ്മ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പം തന്നെ ഈ ഉർവശി അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് വരികയാണ്, ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് നേരെ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്,
അല്ല തെരുവ് തെണ്ടികൾക്ക് എന്താ ഈ കണിമംഗലത്തെ കാര്യം എന്നൊക്കെ ചോദിക്കാണ്. ആ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്ത് തന്നെ വരുണ് പറയുന്നുണ്ട്, തെരുവ് തെണ്ടി എന്ന് എന്നെ ആദ്യം വിളിച്ചത് നിങ്ങളുടെ മകനാണ്, അവർക്ക് രണ്ടുപേർക്കും കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ ഈ ഉർവശിക്ക് കാര്യം മനസ്സിലാവുകയാണ്, ആ തെരുവ് തെണ്ടി എന്ന് വിളിച്ചതിന് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ബോധം എന്തായാലും ഉർവശിക്ക് അങ്ങ് വരുന്നുണ്ട്. പക്ഷേ ഉർവശി എന്തായാലും അവരെ പോലെയല്ല, കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ അങ്ങ് പ്രതികരിക്കുന്നുണ്ട്. ഉർവശി പറയുന്നുണ്ട്, അല്ല നീ ഇപ്പോൾ ഈ തെരുവിലൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്ത് ജീവിക്കുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, അതും പൊതിച്ചോറൊക്കെ വിറ്റ് അങ്ങനെ ജീവിക്കുക, ഏതാ പൊതിച്ചോറ് എന്താ തലയിൽ വെച്ച് അങ്ങനെ വിറ്റ് ജീവിക്കല്ലേ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെ അങ്ങ് പരിഹസിച്ച് അങ്ങ് വിടുകയാണ്. പക്ഷേ ഈ വരുൺ പറയുന്നുണ്ട്, പൊതിച്ചോറ് വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്തസ്സായിട്ട് ജോലി എടുത്താണ് ജീവിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിപ്പറിച്ചും മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തമാക്കിയിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ അവരെ ആക്കി അങ്ങ് സംസാരിക്കുകയാണ്. എന്നിട്ട് വരുൺ എല്ലാവരോടും കൂടി അങ്ങ് വാണിങ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കണിമംഗലൊക്കെ തട്ടിയെടുത്തത് ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ചും തട്ടിപ്പറിച്ചും വാങ്ങി കൂട്ടുന്ന സ്വത്തുക്കളും ഒന്നും ഒരു കാലത്തും കാലാകാലം നിലനിൽക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതൊക്കെ കുറച്ച് കാലത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുൺ അവരെ നന്നായിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് വരുണ് അവർക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണിമംഗലം തിരിച്ചു പിടിച്ചിട്ടേ ഞാൻ ഇനി ഈ കണിമംഗലത്തേക്ക് ചവിട്ടുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു, കണിമംഗലം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും, നിങ്ങൾ ഈ തട്ടിപ്പറിച്ച് എൻ്റെ അച്ഛന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ കണിമംഗലാണ് നിങ്ങൾ തട്ടിപ്പറിച്ചത്, അപ്പോൾ അത് ചതിയിലൂടെ നിങ്ങൾ പിടിച്ചടക്കി ഈ കണിമംഗലം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും കൂടി അവസാനമായിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും താമസിക്കുന്ന ഈ കണിമംഗലത്ത് അവർക്കെതിരെ എന്തെങ്കിലും ഒരു മൊഴിയോ എന്തെങ്കിലും ഒരു കയ്യോ ഉയർന്നാൽ അത് ഞാൻ പ്രതികരിക്കും, അതിന് പിന്നെ ആ കൈ ഈ ലോകത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അങ്ങ് വാണിംഗ് കൊടുക്കുകയാണ്. അവരുടെ മേൽ ഇനി എന്തെങ്കിലും ഒരു നിഴൽ നിങ്ങളുടേത് പതിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുൺ എന്തായാലും വാണിംഗ് കൊടുത്തിട്ട് അങ്ങ് പോകാൻ നിൽക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, മുത്തശ്ശിനെ എന്തായാലും ഞാനിപ്പോൾ കൊണ്ടുപോവുകയാണ്, മുത്തശ്ശിനെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുൺ അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പോൾ ഈ വരുൺ ഇറങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷം ഉർവശി ഈ ചന്ദ്രശേഖരനോടും ഗൗതമിനോടും അങ്ങ് ഷൗട്ട് ചെയ്യാണ്, ഇത്രയും ഒരാൾ ഇവിടെ വീട്ടിൽ കയറി വന്നിട്ട് ഇത്രയും ചെയ്തു കൂട്ടിയിട്ടും ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നിൽക്കാൻ നിങ്ങൾക്കൊന്നും നാണാവുന്നില്ല എന്നൊക്കെ അവരോട് അങ്ങ് വാണിങ് കൊടുക്കുകയാണ്. കയ്യും കാലും വെട്ടി നുറുക്കണ്ടേ അവൻ്റെ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും തല താഴ്ത്തി നിൽക്കുകയാണ്, കാരണം വരുണിൻ്റെ മുന്നിൽ ഇവർക്ക് രണ്ടുപേർക്കും പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇവൻ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങ് പോവാണ്. അവൻ ഗസ്റ്റ് ഹൗസിൽ ചെന്നിട്ട് ഈ മുത്തശ്ശനോട് പറയുന്നുണ്ട്, വാ മുത്തശ്ശി ഇനി നമുക്ക് ആറ്റുവാശ്ശേരിക്ക് പോവാം, ഇനി ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾ മുത്തശ്ശനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മുത്തശ്ശനെ അങ്ങ് പിടിച്ചിട്ട് ആ ഓട്ടോയുടെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഓട്ടോയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഈ ചന്ദ്രശേഖരനും ഗൗതമും ഉർവശിയും കൽപ്പനയും എല്ലാവരും കൂടിയിട്ട് ഇവിടേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് ചന്ദ്രശേഖരൻ ആദ്യം തന്നെ അങ്ങ് തടിയാണ്, എൻ്റെ അമ്മനെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നീ ആരാടാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ വരുണിനോട് ഈ ചന്ദ്രശേഖരൻ അങ്ങ് കാര്യത്തിൽ സംസാരിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ മുത്തശ്ശി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി, നിൻ്റെ ഭാര്യ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടും സ്വന്തം മകനായിട്ടും നീ അതൊന്നും കാണാതെ കണ്ണടച്ച് നിന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവനോട് പറയുന്നുണ്ട്. ഞാൻ നിൻ്റെ സ്വന്തം അമ്മ അല്ലായിരുന്നോ, എന്നിട്ട് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ടും നിനക്ക് യാതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി ഈ ചന്ദ്രശേഖരനോട് നിങ്ങൾ ചോദിക്കണം. അപ്പം പിന്നെ ഉർവശി അങ്ങ് പറയുന്നുണ്ട്, അങ്ങനെ ഉപദ്രവിച്ചൊന്ന് പറയാൻ ഒക്കെ വരട്ടെ, ഞാനിന്ന് പറയുന്നത് നിങ്ങൾ തൊട്ട് നോക്കിയപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു, പിന്നെ ദേഹത്ത് എന്തൊക്കെ പൊന്തുന്നത് പോലെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത്, മറ്റുള്ളവർക്കും കൂടി പകരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഉർവശി ഇങ്ങനെ വെറുതെ ഒരു ന്യായം അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ വരുണിന് വീണ്ടും അങ്ങ് ദേഷ്യം വിടുന്നുണ്ട്, ചെയ്ത തെറ്റിന് ഇങ്ങനൊരു ന്യായം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഇനി മുത്തശ്ശനെ നോക്കിക്കോളാം, ഞങ്ങൾ മുത്തശ്ശനെ കൊണ്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മുത്തശ്ശനെ കൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. പോകുന്ന മുന്നേ രാധികയുടെ വക അവർക്ക് ഒരു വാണിങ്ങും ഡയലോഗും കൂടി അങ്ങ് കൊടുക്കുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഇവർ 3 പേരും തല താഴ്ത്തി മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം അവർ നിങ്ങളുടെ മുന്നിൽ തോറ്റു എന്നതിലല്ല, അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ ഒരു അന്തസ്സുള്ളത് കൊണ്ടാണ്, അത് കുടുംബത്തിൽ പിറന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പക്ഷേ കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്കത് മനസ്സിലാവില്ല, അതാണ് ഇവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനെയും കയറ്റി അങ്ങ് പോവുകയാണ്. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ഉർവശിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആ ഉർവശി പറയുന്നുണ്ട്, കൊണ്ട് പോയി നോക്കട്ടെ, അവൾക്കല്ലേ ഈ അമ്മമാരൊക്കെ ഇങ്ങനെ നോക്കാം, എത്ര വലിയ സ്വന്തം അമ്മേനെ നോക്കാൻ കിട്ടാത്തതില്ല അരിശാണ് അവൾക്ക്, വെറുതെ അല്ല ഇവളുടെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് അവളുടെ അമ്മ ആദ്യം തന്നെ അങ്ങ് എവിടേക്കോ നാട് വിട്ടു പോയത് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ പറയണേ. ആ സമയത്ത് നേരെ ചന്ദ്രശേഖരൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ അടുത്താണ് ഈ അമ്മ ഉള്ളത്, ഈ ശ്യാമ ഉള്ളത് എന്നുള്ളൊരു സിമ്പലൊക്കെ എന്തായാലും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഉർവശിക്കും ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ
അങ്ങനെ ആ ഒരു എക്സ്പ്രഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ശ്യാമയുടെ ആ ഏടത്തി അമൃതേടത്തിനെ അങ്ങ് കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഈ കുറേ ഗുണ്ടകളൊക്കെ അവരെ ഏതോ ഒരു വലിയ തകർന്ന ഒരു വീടിൻ്റെ അകത്ത് അങ്ങ് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ആ വീടിന് പുറത്ത് ഒരുപാട് ഗുണ്ടകളുണ്ട് കാവലായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു വീടിൻ്റെ അകത്ത് ഇരുന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, ഏടത്തി എനിക്ക് ആകെ സങ്കടം വന്നു. കാരണം ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ സർവ്വ സ്വത്തുക്കളും എൻ്റെ മകൾക്കൊക്കെ എഴുതി കൊടുത്തിട്ട് എന്നെ ആരെങ്കിലും കൊന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആവലാതി പറയുന്നത്. അപ്പോൾ ഈ അമൃതേടത്തിയും പറയുന്നുണ്ട്, ശരിയാണ്, ഒരു വട്ടം അവർ നമ്മളെ രക്ഷിച്ചതാണ്, ഇനി അവർക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്തോ ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ എവിടെയാണോ ആവോ, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലാണോ അതോ പുറത്താണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമനോട് ഇങ്ങനെ അമൃതേടത്തി പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ മകൾ ഇനി ഒരു വട്ടമെങ്കിലും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു വട്ടം എൻ്റെ മുന്നിലൊന്ന് വന്ന് പോയതാണ് അവൾ, ഇനിയും ഒരു വട്ടം കൂടി എനിക്ക് അവളെ ഒന്ന് നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ള യാതൊരു ധാരണ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശ്യാം അവരോട് ഇങ്ങനെ സങ്കടം പറയാണ്. അപ്പോൾ ഇവർ ഈ ഡിസ്കഷൻ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്ന ശബ്ദമൊക്കെ പുറത്ത് നിന്നൊരു ഗുണ്ട കേൾക്കുന്നുണ്ട്. അയാൾ പെട്ടെന്ന് തന്നെ ജനൽ അങ്ങ് തുറന്ന് അങ്ങ് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു നോട്ടം കാണുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അങ്ങ് പേടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ട അവർ രണ്ടുപേരും അങ്ങ് ഭീഷണിപ്പെടുത്തി അങ്ങ് നോക്കിയിട്ട് ആ ജനൽ അടിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ തന്നെ അമൃതേടത്തി പറയുന്നുണ്ട്, ശ്യാമേ മെല്ലെ സംസാരിക്കുക, കാരണം ഇവിടെയുള്ള ചുമരുകൾക്ക് പോലും കാതുകളുണ്ട്, എല്ലാവരും ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, അതുകൊണ്ട് മെല്ലെ സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ എങ്ങനെ കെട്ടിടത്തിൽ പിടിച്ചിട്ടിട്ടുണ്ട്, എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എന്തായാലും എല്ലാവർക്കും അങ്ങ് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വരുണും രാധികയും മുത്തച്ഛനെ നേരെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണിക്കുകയാണ്. എന്നിട്ട് കാണിച്ച് തിരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുത്തച്ഛനോട് രാധിക പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ മുത്തച്ഛി പറയുന്നുണ്ട്, ഇനി എനിക്ക് എന്താ, ഞാൻ ഭക്ഷണം കഴിക്കാൻ മടി, നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്തില്ലേ, ഇനി എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടി, ആരോട് വാശി കാണിക്കാനാണ്, നിങ്ങളോടാണ് ഇനി ഞാൻ ഭക്ഷണം കഴിക്കാതെ വാശി കാണിക്കേണ്ട ഒരു ആവശ്യമുള്ളത്, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലതുപോലെ അങ്ങ് മരുന്നൊക്കെ കഴിച്ച് അങ്ങ് എൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ മാറും. എൻ്റെ ഉള്ളിൽ മനസ്സിനായിരുന്നു വേദന, പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സൊക്കെ നേരെ നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും കണ്ട സമയത്ത് തന്നെ എൻ്റെ മനസ്സ് നേരെ നിന്നു, മനസ്സ് നേരെ നിന്നാൽ പിന്നെ ശരീരം കൂടി നേരെ നിന്നോളും എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയാണ്. എന്നിട്ട് നേരെ അവരെ അങ്ങ് ഓട്ടോയിൽ കയറ്റുന്ന സമയത്ത് മരുന്നൊക്കെ വാങ്ങി വരുന്നുണ്ട്. എന്നിട്ട് മരുന്ന് പറയുന്നുണ്ട്, കുറച്ച് മരുന്ന് പുറത്തൊന്നും ഉണ്ട്, അതുകൊണ്ട് ആക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ ആറ്റുവാശ്ശേരിക്ക് അങ്ങ് വിടുകയാണ്. ആറ്റുവാശ്ശേരി ഇവർ രണ്ടുപേരും വരുന്നത് കണ്ടിട്ട് നമ്മുടെ ദേവനും യശോദയും കൂടിയിട്ട് നേരെ ഓടി ചെന്ന് നമ്മുടെ മുത്തശ്ശനെ അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മുത്തശ്ശനെ പെട്ടെന്ന് തന്നെ വീടിനകത്ത് അങ്ങ് കയറ്റി ഇരുത്തുകയാണ്. അപ്പോൾ ഇരുത്തി കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ സംസാരിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി ഭക്ഷണം കഴിക്കാനായിട്ടായിരിക്കും ഇത്ര ക്ഷീണിച്ചത്, എന്നാലും ഇത്രയും ക്രൂരതകളൊക്കെ അവർ ചെയ്യുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല, എല്ലാ കാലത്തും ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകും, പക്ഷേ ഒരു സമയത്ത് ഇതെല്ലാം മാറി മറിയുന്നൊന്നും അവർ ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ യശോദ ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ ആ ഒരു ക്രൂരതകൾക്ക് എല്ലാം ദൈവം തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ യശോദ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നേരെ ഈ രാധിക വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി വാ നമുക്ക് ഭക്ഷണം കഴിക്കാം, ഞാൻ തരുന്ന ഭക്ഷണമൊക്കെ ഫുള്ള് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ഇനി എന്ത് വാശി കാണിച്ചിട്ടാണ് നിൽക്കേണ്ടത്, നീ തരുന്ന എല്ലാ ഭക്ഷണവും ഞാൻ നന്നായിട്ട് കഴിക്കും, എൻ്റെ അസുഖമൊക്കെ പകുതി തന്നെ പോയിരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവർ ആ ഒരു ഡിസ്കഷനിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി വരുണിനോട് പറയുന്നുണ്ട്, എടാ നീ പരമേശ്വരനൊന്ന് വിളിച്ച് പറഞ്ഞേക്ക് നമ്മളിവിടെ എത്തിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയണം. പരമേശ്വരനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഏതോ ഒരു പുഴയൊക്കെ കാണാൻ പോയി അങ്ങ് തിരിച്ച് ഒരുപാട് നടന്ന് അങ്ങ് വന്ന് ക്ഷീണിച്ചൊരു ആൽത്തറയിൽ അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, ഓ ഒരുപാട് നടന്നതിന് ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ടല്ലേ, ഇത്രയും നടക്കാനുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവർ ശരിയാന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ അങ്ങനെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ശരിയാ, ഇപ്പോൾ നമ്മൾ ഈ യാത്ര ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ കുടുംബത്തിൻ്റെ അന്തസ്സില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല, ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ഒരു യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ പത്മിനിയും പറയുന്നുണ്ട്, ശരിയാണ്, ഇപ്പോൾ നമുക്ക് മനസ്സിന് യാതൊരു പ്രശ്നങ്ങളുമില്ല, നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾക്ക് യാതൊരു കുടുംബത്തിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ യാതൊന്നും ഇല്ലാതെ ഇങ്ങനെ നല്ല സ്വസ്ഥമായിട്ട് അങ്ങനെ പോവുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കാരണം ഇങ്ങനെ ഒരു തീർത്ഥാടന യാത്ര എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ, അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് മൊത്തം അങ്ങ് മറന്ന് കളഞ്ഞ് അവരുടെ ആ ഒരു ആത്മാവ് മാത്രമായിട്ട് അങ്ങ് പോകുന്ന പോലെയാണ് അവർക്ക് തോന്നിയത് എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു സ്ത്രീയും ഒരാളും ഇങ്ങനെ ഒരുപാട് അവിടെയുള്ള
അഭയാർത്ഥികൾക്കൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കാണും. അവസാനം ഈ ഒരു സ്ത്രീയോ ഈ ഒരു പുരുഷനും നേരെ വന്നിട്ട് നമ്മുടെ പരമേശ്വരനും പത്മിനിക്കും കൂടിയിട്ട് വസ്ത്രങ്ങളൊക്കെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ ആദ്യം ഒന്ന് പതറുന്നുണ്ട്. കാരണം അത്രയും വലിയ കുടുംബത്തിലുള്ള ഒരാൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഒരു വസ്ത്രം കൈ നീട്ടി വാങ്ങേണ്ട ഗതികേട് എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവർക്ക് ആദ്യം ഒരു പതറലുണ്ടെങ്കിലും, പക്ഷെ അതങ്ങനെ കൈ നീട്ടി വാങ്ങാതിരിക്കാൻ പാടില്ലല്ലോ. ഒരാൾ തരുമ്പോൾ അത് സ്വീകരിക്കണം എന്നുള്ള ആ ഒരു മട്ടിൽ അവർ രണ്ടുപേരും എഴുന്നേറ്റിരുന്ന് അവർക്ക് ആ പുടവ അങ്ങ് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ വസ്ത്രം സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ അഭയാർത്ഥികളാണല്ലേ, അപ്പോൾ അഭയാർത്ഥികൾക്കല്ലേ ഇങ്ങനെ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നത്, നമ്മളിപ്പോൾ ഒരു അഭയാർത്ഥികളായി എന്നൊക്കെ പറഞ്ഞ് നിരാശരായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം കിട്ടിയ ഒരു ചെറിയൊരു സന്തോഷമൊക്കെ അവർക്കുണ്ട്. ആ സമയത്താണ് വരുൺ അങ്ങ് കോൾ ചെയ്യുന്നത്. അപ്പോൾ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല അച്ഛൻ എവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഞങ്ങളെ അമ്മനെ കണിമംഗലത്ത് നിന്ന് ഇങ്ങോട്ട് ആറ്റുവാശ്ശേരിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അതെന്താ, എന്തിനെ കൊണ്ടുവന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വരും പറയുന്നുണ്ട്, അതല്ല മുത്തശ്ശിക്ക് ഞങ്ങൾ രണ്ടുപേരും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ് എന്നൊക്കെ അങ്ങനെ വെറുതെ ഒരു കള്ളം പറയാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് ടെൻഷൻ ആക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുൺ അങ്ങ് പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, പരമേശ്വരൻ അവനോട് അങ്ങ് പറയാണ്, അത് ശരിയാ, നന്നായി, എന്തായാലും മുത്തശ്ശിക്കും നല്ല ആഗ്രഹം ഉണ്ടാകും നിങ്ങൾ രണ്ടുപേരൊന്ന് കാണാൻ, കുറച്ച് ദിവസം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, എന്നിട്ട് ഞങ്ങൾ വരുമ്പോഴേക്കും മുത്തശ്ശിനെ അങ്ങ് തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ ഒരെണ്ണം പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലെത്തിയിട്ട് എന്നാൽ നമുക്ക് മുത്തശ്ശിനെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകാം, അതുവരെ ആറ്റുവാശ്ശേരിയിൽ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഒരെണ്ണം പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രശേഖരനും സേറയും കൂടിയിട്ട് അവിടെ റൂമിൽ അങ്ങ് വാതിലടച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ഉർവശി അങ്ങ് ദേഷ്യത്തിൽ വാതിലങ്ങ് തുറന്നിട്ട് ചന്ദ്രേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങ് ദേഷ്യത്തിൽ കാർത്തങ്ങ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് കട്ടിലിൽ അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങ് വാതിൽ തുറക്കുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് എണീക്കണം. എന്നിട്ട് ചന്ദ്രശേഖരനോട് ഈ ഉർവശി പറയുന്നത്, നിങ്ങൾ എന്താ ഇവിടെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങ് സംസാരിക്കണം. അപ്പം ചന്ദ്രശേഖരൻ്റെ ഉർവശിനെ അങ്ങ് കാർത്ത് സംസാരിക്കുന്നുണ്ട്, ഈ ഞങ്ങളൊരു ബിസിനസ് കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു, ഒരു മാനേഴ്സും ഇല്ലാതെ ഡോർ തുറന്ന് വരാൻ നീ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവൾക്ക് നിനക്ക് നാണമില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ അങ്ങ് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഉർവശിയുടെ വായ അങ്ങ് അടയുന്നുണ്ട്. അപ്പോൾ ഉർവശി, ചന്ദ്രേട്ട എന്തൊക്കെ ഈ പറയുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരങ്ങനെ ഒരു റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉർവശിക്ക് നല്ല എട്ടിൻ്റെ പണി എന്തായാലും ഈ സേറയുടെ വക എങ്കിലും കിട്ടും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ശ്യാമയും അമൃതയെടുത്തി അവർ ആ ഗുണ്ടകളൊക്കെ അവരെ നന്നായിട്ട് അവിടെ അങ്ങ് ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗുണ്ട ശ്യാമയുടെ കയ്യെ കത്തി എടുത്തിട്ട് അവരുടെ കഴുത്തിനങ്ങ് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ പാടുന്ന ഈ ഒരു കഴുത്ത് ഞാനങ്ങ് മുറിച്ചങ്ങ് മാറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തി നിർത്തുന്നൊക്കെ ഉണ്ട്. അപ്പം അടുത്ത എപ്പിസോഡിൽ ശ്യാമനെ രക്ഷിക്കാൻ ആരതി എത്തോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.